അങ്ങനെ ബിഗ് ബോസ് പ്രേമികളെല്ലാവരും കാത്തിരുന്ന സുവർണ നിമിഷമാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ സിജോ ചേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് മടങ്ങി കയറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രോമോ വീഡിയോ ഏഷ്യാനെറ്റ് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്രോമോയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ സിജോ ചേട്ടൻ വളരെ ശക്തനായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്ന ഓരോ വാക്കുകളിലും അത്രയും അധികം തീക്ഷ്ണതയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ജ്വലിക്കുന്ന തീയും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം എന്ത് തന്നെയായാലും ഇനി അങ്ങോട്ടുള്ള ഗെയിം ഏത് രീതിയിലേക്ക് മാറി മറിയും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഈ ഒരു സമയത്ത് നമ്മുടെ സിബിൻ ചേട്ടനായിരുന്നു വോട്ട് കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പിന്തുണ അധികം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ജിൻഡോ ചേട്ടന് പിന്തുണ ലഭിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സമയങ്ങളിലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പിന്തുണയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ നോക്കുക, കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ സീസൺ 4 പോലെ കോൺസ്റ്റൻ്റായിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് കുറേയധികം വോട്ട് എന്നും നിലനിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയും ജിൻഡോ ചേട്ടനാണ് കുറച്ചും കൂടി നിൽക്കുന്നത്, അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പിന്നെ സിബിൻ ചേട്ടൻ അത് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ചേട്ടൻ വന്ന വാടെ കുറച്ച് വോട്ട് അല്ലെങ്കിൽ കുറച്ച് പിന്തുണ അദ്ദേഹത്തിന് കുറച്ചൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹവും അധികം ആക്റ്റീവ് അല്ലാതെയാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അവർക്കൊക്കെ വോട്ട് കുറവാണ്. അവിടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ സിജോ ചേട്ടൻ കൂടി വന്നു ചേരുമ്പോൾ മറ്റ് കണ്ടസ്റ്റൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ആശങ്കാപൂർവ്വം തന്നെ നോക്കി കാണേണ്ടതുണ്ട്. പിന്നെയുള്ളതാണ് നമ്മുടെ ജാസ്മിൻ ചേച്ചിയും അതേപോലെ തന്നെ ഗബ്രി ചേട്ടനും. ഇവർക്കാണെങ്കിൽ വോട്ട് നെഗറ്റീവാണ്. വോട്ടിനേക്കാളും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ഒരു പിന്തുണയാണ് പുറത്ത് കിട്ടുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്ഥിതി? ഇനി സിജോ ചേട്ടൻ വന്നതുകൊണ്ട് ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും വോട്ട് കൂടുമോ, അല്ലെങ്കിൽ സിജോ ചേട്ടന് വോട്ട് കൂടുമോ, അല്ലെങ്കിൽ ആര് കപ്പടിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയിപ്പം ഭയങ്കര ആകാംക്ഷയിലാണ് ഞാൻ നോക്കി കാണുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള ഗെയിം എന്തായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. എന്തുതന്നെയായാലും സിജോ ചേട്ടൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കപ്പടിച്ചിട്ടേ പോകൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം ആര് ജയിക്കും, ആരുടെ ഗെയിമുകളാണ് ഇനി മാറാൻ വേണ്ടി പോകുന്നത്, ആരൊക്കെയാണ് ആശങ്കയിൽ നിൽക്കുന്നത്, ആരുടെയൊക്കെ ഗെയിമിനെയാണ് സിജോ ചേട്ടൻ പൊളിക്കാൻ ആഗ്രഹിക്കുന്നത്, വൈൽഡ് കാർഡുകളുടെ മുമ്പിൽ സിജോ ചേട്ടൻ മുട്ടുകുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി തന്നെ കാണണം.